ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി സെൽ മോഡിലും ബൈ മോഡിലും മാറി മാറി വന്ന ഒരു അന്തരീക്ഷത്തിൽ ഒടുവിൽ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ 25,648 എന്നുള്ള ആ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലൂടെ തുടങ്ങിയിട്ട് 25,791 എന്നുള്ള ഒരു ഹൈയും അതേസമയം തന്നെ 25,603 എന്നുള്ള ലോയും ഇന്ന് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണാം. അപ്പോൾ ആ ഹൈയും ലോയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഏകദേശം 200 പോയിന്റിൻ്റെ ഡിഫറൻസാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വളറ്റിലിറ്റിയാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. നമ്മൾ ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് വളറ്റിലിറ്റിയെ സൂചിപ്പിക്കുന്ന നിഫ്റ്റിയുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ, അത് സൂചിപ്പിക്കുന്നത് 11.32 എന്ന വാല്യൂ ആണ്. നമുക്കറിയാം ഡിസംബർ അവസാനവും ജനുവരി ആദ്യവാരവും ഒക്കെ ഇത് 10 താഴെയായിരുന്നു. അപ്പോൾ കുറേ കാലം ആ ഒരു 9-10 റേഞ്ചിൽ അത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അത് 11 മുകളിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. മൈക്രോ ക്യാപ്പ് ആണെങ്കിൽ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ മാത്രമാണ് ഈ ഒരു കളി നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. NSEയിൽ ഇന്ന് 1573 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 1570 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ ആ ഒരു റേഷ്യോ വളരെ നേർത്തതായിട്ട് കാണും. അപ്പോൾ അവിടെ ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു അഡ്വാൻസ് ഡിക്ലൈൻ ആണ് നമുക്ക് കാണുന്നത്. ഇതേപോലെ തന്നെ BSEയിൽ നോക്കുകയാണെങ്കിൽ 2017 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 2150 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ അവിടെയും ഓൾമോസ്റ്റ് ഈക്വൽ ആണ് അഡ്വാൻസ് ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ. അപ്പോൾ ബ്രോഡ് മാർക്കറ്റിൽ ഇപ്പോഴും ബയേഴ്സും സെല്ലേഴ്സും ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് ഇത് നൽകുന്ന സൂചന. ഇന്ന് സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റൽ സെഗ്മെൻറ്റിലും PSU ബാങ്ക് സെഗ്മെൻറ്റിലും 2% ഒരു മുന്നേറ്റം ഉണ്ടായി. അതേസമയം IT-യിലും റിയാലിറ്റിയിലും 1% ഡിക്ലൈനുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സെക്ടറുകളിൽ കാണുന്ന ഈ തുടർച്ചയായ ഒരു റൊട്ടേഷൻ അത് വളരെയധികം നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് മെറ്റൽ സെക്ടർ ഔട്ട് പെർഫോം ചെയ്തപ്പോൾ IT-യും റിയാലിറ്റിയും ഡൗൺ ആയിരുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ IT ശക്തമായി മുന്നോട്ട് പോയപ്പോൾ മെറ്റൽ സെക്ടർ ഡൗൺ ആയിരുന്നു. അപ്പോൾ ഈ രീതിയിൽ പല സെക്ടറുകളിലും ഈ രീതിയിലുള്ള വളരെ ക്വിക്കായിട്ടുള്ള റൊട്ടേഷനാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ കമ്മോഡിറ്റി പ്രൈസിലുണ്ടാകുന്ന നേരിയ ഫ്ലക്ച്വേഷൻ പോലും വലിയ തോതിലുള്ള ഒരു വിൽക്കലും വാങ്ങലുമാണ് നമ്മുടെ മാർക്കറ്റിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴും വളരെ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം റുപ്പിയുടെ ഡിവാലുവേഷൻ അതിപ്പോഴും 90 മുകളിൽ തന്നെ നിൽക്കുകയാണ്. അതേപോലെ FIAs അവരുടെ സെല്ലിങ് തുടർന്നുകൊണ്ടേയിരിക്കുകയുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും അവർ ശക്തമായ സെല്ലിംഗ് നടത്തിയതായിട്ട് നമ്മൾ കാണാം. ഇതുകൂടാതെ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള വർധനവും നമ്മളെ ആശങ്കാകുലമാക്കുന്നുണ്ട്. കാരണം ബ്രന്റ് ക്രൂഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 66 എന്ന ലെവലാണ്. അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ ഏർണിങ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ഭാഗത്തും, അതുപോലെ ഗ്ലോബൽ റിസ്ക്കും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഔട്ട്ഫ്ലോയും ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വേറെ ഭാഗത്തും, ഇതിൻ്റെ ഇടയിൽ കിടന്ന ഒരു ബാലൻസിങ് അല്ലെങ്കിൽ ഒരു ടഗ് ഓഫ് വാറാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാർക്കറ്റ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ഒരു വാർത്ത, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ അദ്ദേഹം US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയുമായിട്ട് ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ട്രേഡ്, ക്രിട്ടിക്കൽ മിനറൽസ്, ന്യൂക്ലിയർ എനർജി, ഡിഫൻസ് പോലെയുള്ള സെക്ടറുകളെ കുറിച്ചിട്ടുള്ള വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സംഭാഷണമാണ് നടന്നതെന്നും നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു അതെന്നുമാണ് ഫേസ്ബുക്കിൽ ജയശങ്കർ കുറിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം സെർജിയോ ഗോർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ടോക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യലായിട്ടുള്ള എന്തെങ്കിലും വാർത്തകളോ എന്തെങ്കിലും ഔട്ട്കംസോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഏതായാലും ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ കാണുന്നത് ഇൻവെസ്റ്റേഴ്സ് ഒരു ക്ലിയർ സിഗ്നലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്ര ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്ക് ആയാലും നിലവിലുള്ള അവസ്ഥയിൽ നമുക്ക് അതിൻ്റെ ഒരു വളറ്റിലിറ്റി പ്രകടമായിട്ട് കാണാൻ കഴിയും. ഇവിടെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും മറ്റ് അസംഷൻസ് ആയാലും അതൊന്നും ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. ആ രീതിയിലുള്ള ഒരു മാർക്കറ്റ് സിനോറിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സെക്ടർ റൊട്ടേഷൻ അതിശക്തമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് റെയിൽവേ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈങ് സൂചനകളാണ്. അപ്പോൾ അവിടെ ജൂപ്പിറ്റർ വാഗൺസ്, റെയിൽടെൽ കോർപ്പറേഷൻ, ഇർക്കോൺ ഇന്റർനാഷണൽ റൈറ്റ്സ് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഒരു അപ്സൈഡ് മൂവ് നമുക്കിന്ന് കാണാൻ കഴിയും. അപ്പോൾ റെയിൽടെൽ ഷെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ റെയിൽടെൽ കോർപ്പറേഷൻ അവർക്ക് ബീഹാർ എഡ്യൂക്കേഷൻ പ്രൊജക്ട് കൗൺസിൽ നൽകിയ ഒരു ഓർഡർ അവർ ക്യാൻസൽ ചെയ്തതായി ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഏകദേശം 609 കോടിയുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 2.5% ഒരു ഫോള് ഈ ഒരു സ്റ്റോക്കിലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് റിക്കവർ ചെയ്തതായിട്ടും കാണാം. അപ്പോൾ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 4.5% താഴോട്ടേക്ക് പോയ ഈ സ്റ്റോക്കിൽ നിന്നൊരു തിരിച്ചുവരവൊക്കെ കാണാൻ കഴിയും. ഇതേപോലെ തന്നെയാണ് ജൂപ്പിറ്റർ വാഗൺസ് ഷെയർ.
അപ്പോൾ ഇന്ന് റെയിൽവേ സെക്ടറിലുള്ള ഏറ്റവും ടോപ്പ് പെർഫോമറായിട്ട് നമ്മൾ കാണുന്നത് ജൂപ്പിറ്റർ വാഗണാണ്. 10% കൂടുതൽ ഒരു റാലി ഈ സ്റ്റോക്കിൽ നിന്ന് നടന്നതായിട്ട് കാണാം. അപ്പോൾ പ്രമുഖ റിസർച്ച് ഏജൻസി ആയിട്ടുള്ള സിസ്റ്റമാട്രിക്സ് ബ്രോക്കറേജ് ഫേം ഇതിന് ഒരു ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അവരവരുടെ ടാർഗറ്റ് റിവൈസ് ചെയ്തതായിട്ടും കാണാം. അപ്പോൾ 360 എന്നുള്ള ഒരു ടാർഗറ്റ് അവർ റിവൈസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഈ ബ്രോക്കറേജ് പറയുന്നത് അപ്പോൾ ഇവരുടെ ആ ഒരു റവന്യൂയും എബിറ്റയും FY27 ആകുമ്പോഴത്തേക്ക് നിലവിലുള്ള അവസ്ഥയിൽ നിന്നും നേരെ ഡബിൾ ആകുമെന്നാണ് അവരുടെ പഠനത്തിൽ നിന്നും മനസ്സിലാക്കിയതെന്നാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ന് ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. മറ്റൊരു റെയിൽവേ സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഇർക്കോൺ ഇൻ്റർനാഷണൽ ആണ്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു കോർപ്പറേറ്റ് ഫയലിംഗ് നമ്മൾ കാണുന്നത് ഇവർ ഫോറിൻ ഓഡിറ്റേഴ്സിനെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിർബന്ധമായിട്ടും അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. കാരണം ഇവർ ഇൻ്റർനാഷണൽ ബിസിനസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫോറിൻ ബ്രാഞ്ച് ഓഡിറ്റേഴ്സ് ഇവർക്ക് ആവശ്യമുണ്ട്. അത് ഇവർ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. അതിന് CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അപ്രൂവൽ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഈ സ്റ്റോക്കിലും ഇന്ന് പോസിറ്റീവായിട്ട് അതിലൊരു മൂവ് നടന്നതായിട്ട് കാണാം. ഇതേപോലെ തന്നെയാണ് റൈറ്റ്സ് ഷെയർ. അപ്പോൾ ആ റൈറ്റ്സ് ഷെയറിലും ഏകദേശം 3% ഒരു റാലി നടന്നതായിട്ട് കാണാം. അപ്പോൾ IDBI ക്യാപിറ്റൽ അവരുടെ ലേറ്റസ്റ്റ് കവറേജിൽ പറയുന്നത് ഇവരുടെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ഫ്ലാറ്റ് ആണെങ്കിലും മാർജിനലായിട്ടുള്ള ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ ഉണ്ടാകുമെന്നുമാണ് അവർ നൽകുന്ന സൂചന. അപ്പോൾ IDBI ഈ സ്റ്റോക്കിൽ ടാർഗറ്റ് പ്രൈസ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന 281 എന്ന ലെവലിലാണ്. അപ്പോൾ ഇവരുടെ സ്ട്രോങ് ഓർഡർ ബുക്കും ക്യാഷ് റിച്ച് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റും അതുപോലെ സ്റ്റഡി ആയിട്ടുള്ള ഡിവിഡൻറ്റും ഈ സ്റ്റോക്കിൽ ഒരു ഹോൾഡ് പൊസിഷൻ അവർ നൽകിയിട്ടുണ്ട് 281 എന്ന ടാർഗറ്റോടെ. അപ്പോൾ അത് ഈ സ്റ്റോക്കിൽ പോസിറ്റീവായി വന്നതായിട്ട് കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ബഡ്ജറ്റിന് മുമ്പിൽ ഇൻവെസ്റ്റേഴ്സ് ധാരാളമായി ഫോക്കസ് ചെയ്യുന്ന ഒരു സെക്ടറാണ് റെയിൽവേ സെക്ടർ. പക്ഷേ അവിടെ റെയിൽവേ സെക്ടറുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് സ്പെൻഡിങ് എത്രമാത്രം ഉണ്ടാകുന്നതിനെക്കുറിച്ച് യാതൊരു സൂചനകളും നിലവിൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ടാണ് റെയിൽവേ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റേഴ്സ് നിൽക്കുന്നത്. ഇന്ന് നിഫ്റ്റി 500 കമ്പനികളിൽ ശക്തമായി മുന്നേറിയ മറ്റൊരു സ്റ്റോക്കായുള്ള MMTCയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഈ ഒരു MMTC അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് പ്രീഷ്യസ് മെറ്റലിലുള്ള അതിൻ്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഡൊമസ്റ്റിക് ട്രേഡുമാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ ഗോൾഡിലും സിൽവറിലും ഒക്കെ ശക്തമായ ഡിമാൻഡ് വർദ്ധിച്ചു വരികയും പുതിയ റിന്യൂഡ് ആയിട്ടുള്ള ബൈയിങ് ഇൻട്രസ്റ്റ് ഇതിൽ വർദ്ധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ MMTCയിലെ ട്രേഡ് വോളിയം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗോൾഡും സിൽവറും അതിൻ്റെ റെക്കോർഡ് ഹൈയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ട്രേഡ് പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ MMTCക്ക് ലഭിക്കുന്ന ഫോക്കസ് ചെറുതല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റാണ് ഇപ്പോൾ MMTCയിൽ നമ്മൾ കാണുന്നത്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഇന്ന് ലൈംലൈറ്റിൽ കാണുന്നത് വേദാന്തയാണ്. ഇപ്പോൾ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അഥവാ NCLT മുംബൈ അവർ വേദാന്തയുടെ സബ്സിഡിയറി ആയിട്ടുള്ള തൽവാണ്ടി സാബോ പവർ ലിമിറ്റഡിൻ്റെ ഡിമേർജറുമായി ബന്ധപ്പെട്ട ആ പ്രപ്പോസൽ സ്കീം അതിന് അംഗീകാരം കൊടുത്തതായിട്ട് കാണാം. കൂടാതെ വേദാന്ത അലൂമിനിയം മെറ്റൽ, മാൽക്കോ എനർജി ലിമിറ്റഡ്, വേദാന്ത അയേൺ സ്റ്റീൽ തുടങ്ങിയ ഇത്തരത്തിലുള്ള മെഗാ ഡിമേർജറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള അപ്രൂവൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേദാന്ത ഷെയറിൽ ശക്തമായൊരു ജമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് 678 എന്നുള്ള റെക്കോർഡ് ഹൈ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മറ്റൊരു കാരണമായിട്ട് കാണുന്നത് നൊവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് അവരുടെ ടാർഗറ്റ് ഈ വേദാന്തയിൽ റിവൈസ് ചെയ്തിരിക്കുകയാണ്. 686 എന്ന ലെവലിൽ നിന്നും 806 എന്ന ലെവലിലേക്കാണ് അവരുടെ ടാർഗറ്റ് ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ നിലവിൽ വേദാന്ത എന്ന കമ്പനി 5 കമ്പനികളെ ആയിട്ട് ഡീമേർജ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ആ വാല്യൂ അൺലോക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഷെയർ പ്രൈസ് ഓവറോൾ ഈ ഒരു ലെവലിലേക്ക് എത്തുമെന്നാണ് വേദാന്ത ഒരു ടോപ്പ് പിക്കായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് നൊവാമ പറയുന്നത്. കൂടാതെ നിലവിലുള്ള കമ്മോഡിറ്റി പ്രൈസിൽ ഉണ്ടായിട്ടുള്ള വർധനവ് അത് ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് 2.5 ലക്ഷം കോടി എന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വേദാന്ത നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ 12 മാസങ്ങളിൽ ഏകദേശം 52% ഒരു റിട്ടേണും ഇവർ ഡെലിവർ ചെയ്തായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.